മലയോര മേഖലയിൽ വ്യാപകമായി തേനീച്ച കർഷകരുടെ തേനീച്ച കൂടുകൾ മോഷണം പോകുന്നു. 2 ആഴ്ചക്കിടെ തോട്ടുമുക്കം ഭാഗത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 100-ലധികം കൂടുകളാണ് കള്ളൻ കൊണ്ടുപോയത്. തേനെടുക്കാനായ സമയത്താണ് ഇത്തരത്തിൽ മോഷണം പോകുന്നത്. തേനീച്ച കർഷകർ വലിയ ആശങ്കയിലാണ് ഈ കള്ളനെ കുറിച്ച് ഓർത്ത്. പതിനഞ്ച് വർഷത്തിലധികമായി തേനീച്ച കർഷകനായ തിരുവമ്പാടി പുന്നക്കൽ സ്വദേശി ജസ്റ്റിന്റെയും ചുണ്ടത്തുപോയിൽ ജോസിന്റെയും അടക്കം നിരവധി കർഷകരുടെ വിളവെടുക്കാറായ 100-ലധികം തേനീച്ചക്കൂടുകളാണ് ഇപ്പോൾ മോഷണം പോയിരിക്കുന്നത്. രാവും പകലും ഏറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നതെന്നും തേനീച്ച കൃഷി കൃത്യമായി അറിയുന്ന ആളുകളാണ് മോഷണത്തിന് പിന്നിലെന്നും ഈ കർഷകർ പറയുന്നു. അപ്പോഴേ ഇത് ആരെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഇപ്പൊ 2-3 ഭാഗത്ത് എടുത്തിക്കുക. ഇപ്പോൾ രാത്രി ഇവരാ വന്ന് ഈ പെട്ടീനെ കട്ടുകൊണ്ട് പോകല്. എന്നാൽ പ്രത്യേകിച്ച് അവരെന്ന് വെച്ചാൽ ഈ പെട്ടി അറിയുന്നുള്ള ആൾക്കാർ തന്നെ, തേനീച്ച പണി അറിയുന്നുള്ള ആൾക്കാർ തന്നെ. പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ ഈ അടയൊക്കെ വലിച്ചു കളഞ്ഞുകൊണ്ട് പോവുള്ളൂ. ഇവർ രാത്രി വണ്ടിയും കൊണ്ടുവന്ന് ഇങ്ങനെ കട്ടെടുത്തോണ്ട് പോവുക. തങ്ങൾ കൃഷി ചെയ്യുന്ന വിവിധ പറമ്പുകളിൽ നിന്നും വേറെ കയർ കെട്ടി കൂടടക്കം കൊണ്ടുപോവുകയാണ് മോഷ്ടാക്കൾ ചെയ്തത്. ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാളാണ് മോഷ്ടാവെങ്കിൽ കൂട്ടിലെ അടകളും മറ്റും നശിപ്പിക്കുന്ന രീതിയിലാണ് സാധാരണ ഉണ്ടാവാറെന്നും കർഷകർ പറയുന്നു. ഞാനിപ്പോഴും ഒരു 10-15 കൊല്ലം കൊണ്ട് തോട്ടുമുക്കം ഈ പല ഭാഗത്തും കൊണ്ട് ഈച്ചപ്പെട്ടി വളർത്തുകയാണ്. അങ്ങനെ നമ്മൾ 10-15 പേര് നമ്മുടെ കൂടെ സംരക്ഷിച്ച് പോവുകയാണ്. അപ്പോഴേ എനിക്കിതൊരു വല്ലാത്ത സങ്കടമാണ്. എന്തെന്നറിയാം, നമ്മൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഈ കൃഷിക്ക് നമ്മൾ നടന്നിട്ട് ഭയങ്കര അധ്വാനം, രാവും പകലും ഇതിൻ്റെ പിന്നാലെ തിരിയുക. ഏതായാലും തങ്ങൾ രാപ്പകൽ അധ്വാനിച്ചുണ്ടാക്കിയ കൃഷിയിടങ്ങളിലെത്തി തേനീച്ചക്കൂടുകൾ മോഷ്ടിച്ചവരെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ കർഷകർ പരാതി നൽകിയിട്ടുണ്ട്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.